നമുക്ക് നിഫ്റ്റിയുടെ ഒരു ഹീറോ സീറോ സെറ്റപ്പ് നാളെ എടുക്കാൻ വേണ്ടി ഇന്ന് അനലിസ് ചെയ്ത് വെക്കുകയാണ്. നമുക്ക് നോക്കാൻ കഴിയുന്ന 4 അവർ ചാർട്ടിൽ നിലവിൽ ഇവിടെ ഒന്നും ഒരു ഇതും കാണാൻ കഴിയുന്നില്ല. നോക്കട്ടെ തൊട്ട് താഴേക്ക് അടുത്ത 1 അവർ ചാർട്ടിലേക്ക് നോക്കുമ്പം 1 അവർ ചാർട്ടിലേക്ക് നോക്കുമ്പം ഇവിടെ സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്. നാളെ മാർക്കറ്റ് നിലവിലെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ട്രേഡ് വരുന്നത് ആഫ്റ്റർ 2 o'clock അതേപോലെ 3 മണിക്കും ഇടയിലുള്ള ആ ഒരു ടൈമിലായിരിക്കും ഹീറോ സീറോ സെറ്റപ്പ് വരുന്നത്. അപ്പോൾ ആ ഹീറോ സീറോ സെറ്റപ്പ് വരുമ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു 1 അവർ OB പ്രോപ്പർ OB അല്ല, OB കിട്ടിയിട്ടുണ്ട്. ഞാൻ അത് പറഞ്ഞുതരാം എങ്ങനെ വേണമെന്നുള്ളത്. അതായത് ഈ 1 അവർ എന്ന് പറയുന്ന OB 1 അവർ ഓർഡർ ബ്ലോക്ക് അപ്സൈഡിലേക്കാണ്. ഈ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്ന സാധനം നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഇവിടുന്ന് കിടക്കുന്ന മാർക്കറ്റ് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് മാർക്കറ്റ് ഈ ഒരു ഹൈയെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഹൈയെ ബ്രേക്ക് ചെയ്യുകയെന്ന് വെച്ചു. ഈ ഹൈയെ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പം നിലവിൽ ഈ ഹൈയെ ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്ന് എങ്ങനെയൊക്കെ വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്യുന്ന മാർക്കറ്റ് ബ്രേക്ക് ചെയ്തതിന് ശേഷം തിരിച്ച് റിവേഴ്സ് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഈ ഒരു OBയിൽ വരികയാണെങ്കിൽ ഇതൊരു ഹീറോ സീറോ സെറ്റപ്പിന് വാലിഡ് ആയിട്ട് ഒരു സെറ്റപ്പ് ആയിരിക്കും. കുറച്ച് ട്രേഡിലെടുത്ത് ഞാൻ ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ ഒരു മെത്തേഡ് വരികയാണെങ്കിൽ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നാളത്തെ മാർക്കറ്റ് നിലവിൽ ഇവിടെ കിടക്കുന്ന മാർക്കറ്റ് മോർണിംഗിൽ തന്നെ ഒരു ഗ്യാപ്പ് ഡൗണോ എന്തോ തന്നതിന് ശേഷം ഇങ്ങനെ വന്ന് ഇടിഞ്ഞ് കുറേ നേരം കളിച്ചതിന് ശേഷം ഇങ്ങനെയൊക്കെ വന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു സോണിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ ഫ്യൂച്ചർ ചാർട്ടിൽ ഈ സോണിലേക്ക് എത്തിക്കഴിയുമ്പോൾ 2 മണിക്ക് 3 മണിക്ക് ഈ സോണിൽ എവിടെയെങ്കിലും മാർക്കറ്റ് എത്തുകയാണ്, ഇവിടെ ഞാൻ ഒരു ഹീറോ സീറോ സെറ്റപ്പ് മേളിലേക്ക് ഞാൻ സെറ്റപ്പ് ചെയ്യും. ഈ സൈഡിലേക്കായിരിക്കും സെറ്റപ്പ് ചെയ്യുന്നത്. ഇനി നാളത്തെ മാർക്കറ്റിന്റെ ബിഹേവിയർ ഇത് സെക്കൻഡ് മെത്തേഡ് അനുസരിച്ച് ഹീറോ സീറോ സെറ്റപ്പ് ആയിരിക്കും. അപ്പം ഇവിടുത്തെ ഈ ഒരു റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കിന്റെ റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കിയാൽ മതി. ഈ ഒരു ബ്ലൂ ലെറ്ററിൽ വന്നേക്കുന്ന അതാണ് ഇവിടുത്തെ താഴത്തെ 1 അവർ ഓർഡർ ബ്ലോക്ക്. 25.09795 എന്ന് പറയുന്നതും 25.036.20 എന്ന് പറഞ്ഞ ഫ്യൂച്ചർ ചാർട്ടിൽ ഓർഡർ ബ്ലോക്ക് താഴെ. ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് 25.200.03 25.162.10 ഫ്യൂച്ചർ ചാർട്ടിൽ. ഈ 2 ഓർഡർ ബ്ലോക്കിൽ നിന്നായിരിക്കും എൻ്റെ ഹീറോ സെറ്റ് അപ്സൈഡിലേക്ക് വരുന്നത്. ഇനി മൂന്നാമത്തെ ഒരു സിനാരിയോ എന്ന് പറയുന്നത് മാർക്കറ്റ് ഇവിടെ കിടന്ന മാർക്കറ്റ് ഇവിടം വരെ എത്തി നിൽക്കുന്നു. ഇവിടുന്ന് മാർക്കറ്റ് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്ത് ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നാണ് ഈ ഒരു ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ക്യാൻഡിലിനെ ഇവിടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ആണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ കയറി കളിച്ച് നിന്നതിന് ശേഷം ഈ മാർക്കറ്റ് ഇവിടുന്ന് താഴേക്കൊരു ബ്രേക്ക് ഇവിടെ തരുകയാണെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് തരുന്നിട്ട് പിന്നെ തിരിച്ചു മാർക്കറ്റ് എപ്പോഴെങ്കിലും ഓടിക്കയറി ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കിനെ നമുക്ക് ക്രിയേഷൻ ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന ഒരു ഓർഡർ ബ്ലോക്കിനെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തുനിന്ന് ഞാൻ നാളെ പി സൈഡിലേക്കും ഒരു എൻട്രി പ്ലാൻ ചെയ്യും. അങ്ങനെ ഈ 3 രീതിയിലായിരിക്കും നാളത്തെ എൻ്റെ ഒരു ഹീറോ സീറോ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇവിടുന്ന് താഴേക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യും. അത് ഇങ്ങനെ രാവിലെ വന്നതിന് ശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഇവിടെ ആണെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടുകയാണെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് താഴേക്ക് നമ്മൾ വേണം. അങ്ങനെ ഈ 3 രീതിയിലാണ് നമ്മുടെ ഹീറോ സീറോ സെറ്റപ്പിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഹീറോ സീറോ സെറ്റപ്പിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു 2 രീതിയിലായിരിക്കും ഞാനാണെങ്കിൽ നാളത്തെ 17-25 ഹീറോസ് 3 രീതിയിലായിരിക്കും ജൂലൈ 17, 2025 ഹീറോ സീറോ സെറ്റപ്പിനെ ട്രേഡ് പ്ലാൻ